ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഒരു ചെറിയ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റ് എന്താണെന്ന്. അതായത് ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞു. ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനീസിന്റെ ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതും അത് ട്രേഡ് ചെയ്യുന്നതൊക്കെ ആയിട്ട്. ഓക്കെ, ഇക്വിറ്റി ഷെയർസ് ആണ്. ഇനി കമ്പനീസ് ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് മാത്രമല്ല ഇഷ്യൂ ചെയ്യുന്നത്, അവരുടെ ബോണ്ട്, ലോൺ നോട്ട്സ് എന്നൊക്കെ പറയുന്ന കോർപ്പറേറ്റ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ കോർപ്പറേറ്റ് ബോണ്ട്, ലോൺ നോട്ട്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതിനൊരു മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരിക്കും. ഈ ബോണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ബോണ്ടൊക്കെ ട്രേഡ് ചെയ്യുന്ന ആ മാർക്കറ്റിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ഇപ്പൊ കോർപ്പറേറ്റ് ബോണ്ട്സ് എന്ന് പറയുന്നത് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആണ്. കമ്പനീസ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് കോർപ്പറേറ്റ് ബോണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് കോർപ്പറേറ്റ് ബോണ്ട്സ് ഒക്കെ വലിയ എമൗണ്ടിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. ലാർജ് സ്കെയിൽ ആയിട്ടുള്ള പ്രൊജക്ട്സ് ഒക്കെ ഫൈനാൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് ബോണ്ട്സ് എന്ന് പറയുന്നത്. ബാങ്കിൽ നിന്ന് പോയിട്ട് ലോൺ എടുക്കുന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. ആ കമ്പനീസിന്റെ ബോണ്ട്, ലോൺ നോട്ട് ഇഷ്യൂ ചെയ്യുക, അതിലൂടെ ഫണ്ട് റേസ് ചെയ്യുക. ഈ ലോൺ നോട്ട്സിന്റെ ഹോൾഡർക്ക്, ഈ ലോൺ നോട്ട്സ് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് അതെന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ബിസിനസ് വാല്യൂഷനൊക്കെ പഠിച്ചാണ്. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആ ലോൺ നോട്ട്സിന് നോമിനൽ വാല്യൂ ഉണ്ടായിരിക്കും, അതിനൊരു കൂപ്പൺ റേറ്റ് ഉണ്ടായിരിക്കും, പിന്നെ റെഡീമബിൾ ആണെങ്കിൽ റിഡംഷൻ ഡേറ്റ് അത് എങ്ങനെയാണ്, ഏതിലാണ് റിഡീം ചെയ്യുന്നത്, അതിനെ കുറിച്ചൊക്കെ പറയും. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയ ഉണ്ട്, ഇതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തതാണ്. ഇനി എങ്ങനെയൊക്കെയാണ് ഈ ഒരു കോർപ്പറേറ്റ് ബോണ്ട്സ്, ലോൺ നോട്ട്സ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും? ഇഷ്യൂ ചെയ്യാനുള്ള മെത്തേഡ്സ് പറയുന്നത് പബ്ലിക് ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ ഷെയർസ് ഒക്കെ നമുക്ക് പബ്ലിക് ഇഷ്യൂ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിന്റെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ബോണ്ട് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ എങ്ങനെയുള്ള ലിസ്റ്റഡ് കമ്പനീസിന്റെ ബോണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റും. അവിടെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഹോൾഡേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യാൻ പറ്റും, ബൈ ചെയ്യാം, സെല് ചെയ്യാം, അതൊക്കെ ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ അത് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനൊരു മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരിക്കും, ലോൺ നോട്ട്സിനൊരു മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിൾ പറയണം. ഓരോ ഏരിയാസിലും അല്ലെ ഓരോ റീജിയൻസിലും നമുക്ക് പബ്ലിക് ഇഷ്യൂ നടത്തണമെന്നുണ്ടെങ്കിൽ, ലോൺ നോട്ട്സ് ബോണ്ട് പബ്ലിക് ഇഷ്യൂ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം എമൗണ്ട് ഒക്കെ പറയുന്നുണ്ട്. ഒരു എമൗണ്ട് പറയുന്നുണ്ട്. യൂറോ സോൺ ആണെങ്കിൽ യൂറോ 100 മില്യൺ ടു 500 മില്യൺ, അല്ലെങ്കിൽ അതിനപ്പുറം. ജപ്പാൻ ആണെന്നുണ്ടെങ്കിൽ യുവാൻ 10 ബില്യൺ ടു 100 ബില്യൺ. UK പൗണ്ട് 100 മില്യൺ ടു 200 മില്യൺ. US മോർ ദാൻ $500 മില്യൺ ഒക്കെ വേണം. ഓക്കെ, ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ, ഒരു ലിസ്റ്റഡ് എക്സ്ചേഞ്ച് ത്രൂ നമ്മൾ നമ്മുടെ ബോണ്ടിനെ ഇഷ്യൂ ചെയ്യുന്ന മെത്തേഡ്സ് ആണത്. മെത്തേഡാണ് പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇനി പബ്ലിക് ഇഷ്യൂ അല്ലാതെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടക്കും. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ബോണ്ട് നമുക്ക് സെലക്ടഡ് ഇൻവെസ്റ്റേഴ്സിന്, ഫോർ എക്സാമ്പിൾ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്ററിനെ, പ്രൈവറ്റ് പ്ലേസിംഗ് എന്ന് പറയാറില്ല നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ, ഒരു സ്പെസിഫിക് ക്ലയന്റിനെ കണ്ടെത്തിയിട്ട് ആ സ്പെസിഫിക് ക്ലയന്റിന് നമ്മുടെ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ, നടത്തുന്ന സമയത്ത് ഇഷ്യൂ കോസ്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും പ്രൈവറ്റ് പ്ലേസ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നതിനെ കുറിച്ചാണ്, അതിന്റെ മെത്തേഡ്സിനൊക്കെ കുറിച്ചിട്ട് ആകെ ഇത്ര മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകും.